ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ കർണാടക സന്ദർശിക്കും. നിംഹാൻസിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡി ഗുകേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്ക് ഖേൽരത്ന. ഇന്ത്യയുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നത് സംസ്കാരങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് പുനരധിവാസത്തിനായുള്ള സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ കർണാടക സന്ദർശിക്കും. ബംഗളൂരു നിംഹാൻസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സൈക്യാട്രി ബ്ലോക്ക്, സെൻട്രൽ ലബോറട്ടറി കോംപ്ലക്സ്, ഹോസ്റ്റൽ കെട്ടിടം എന്നിവ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉത്തര കർണാടകയിൽ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ക്യാൻസർ ആശുപത്രി ശ്രീമതി മുർമു ഉദ്ഘാടനം ചെയ്യും. കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്, കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, പ്രഹ്ലാദ് ജോഷി തുടങ്ങിയവരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. അശോക് വിഹാറിൽ 1700ഓളം പുതിയ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ഫ്ളാറ്റുകൾ. നവ്രോജി നഗറിലും സരോജിനി നഗറിലുമായി 2 നഗര പുനർവികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 300 കോടി രൂപ ചെലവിൽ ദ്വാരകയിൽ നിർമ്മിച്ച സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഇന്റഗ്രേറ്റഡ് ഓഫീസ് കോംപ്ലക്സും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി സർവകലാശാലയിൽ 600 കോടി രൂപയുടെ 3 പദ്ധതികളുടെ നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. DRDOയുടെ ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ സ്റ്റാർട്ടപ്പുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ തദ്ദേശീയ കഴിവുകൾ വികസിപ്പിക്കാൻ സായുധ സേനയെ സജ്ജമാക്കുന്നതിന് DRDOയെ അദ്ദേഹം അഭിനന്ദിച്ചു. DRDOയുടെ 67ാമത് സ്ഥാപക ദിനാഘോഷത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 4 പേർ ഖേൽരത്ന അവാർഡിനും 32 പേർ അർജുന അവാർഡിനും അർഹരായി. പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 17 സമ്മാനിക്കും. വിശദാംശങ്ങളിലേക്ക്. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ്, പാരീസ് ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവും ഷൂട്ടിംഗ് താരവുമായ മനു ഭാക്കർ, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരീസ് പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് ഖേൽരത്ന പുരസ്കാരം. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ്, അത്ലറ്റ് ജ്യോതി യാരാജി, അന്നു റാണി, ഗുസ്തി താരങ്ങളായ നീതു സ്വീറ്റി, ചെസ് കളിക്കാരി വന്തിക അഗർവാൾ, ഹോക്കി താരങ്ങളായ സലിമ ടേറ്റെ, അഭിഷേക്, സഞ്ജയ്, ജർമൻപ്രീത് സിംഗ്, സുഖ്ജീത് സിംഗ് ഉൾപ്പെടെ 32 പേർ അർജുന അവാർഡിന് അർഹരായി. അത്ലറ്റ് സുജ സിംഗ്, പാരാ നീന്തൽ താരം മുരളീകാന്ത് പേട്കർ എന്നിവർക്കും അർജുന അവാർഡ് നൽകും. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരൻ അർഹനായി. പാരാ ഷൂട്ടിംഗ് കോച്ച് സുഭാഷ് റാണ, ഷൂട്ടിംഗ് പരിശീലക ദീപാലി ദേശ്പാണ്ഡെ, ഫുട്ബോൾ പരിശീലകൻ അർമാൻഡോ ആഗ്നേലോ കൊലാനോ എന്നിവർക്കും ദ്രോണാചാര്യ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരവും ചണ്ഡീഗഡ് സർവകലാശാല, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ഗുരുനാനാക്ക് ദേവ് സർവകലാശാല എന്നിവ മൌലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫിക്കും അർഹരായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2025-26 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ധനകാര്യ മേഖലയിലെ പങ്കാളികളുമായുള്ള 7ാമത് പ്രീ ബജറ്റ് കൺസൾട്ടേഷന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, സാമ്പത്തികകാര്യ വകുപ്പ് സെക്രട്ടറിമാർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് തുടങ്ങിയവർ പങ്കെടുത്തു. ജയിലുകളിലെ ജാതി വിവേചനം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ മാതൃകാ ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. പ്രിസൺ മാനുവൽ 2016, മോഡൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2023 എന്നിവയിലാണ് പരിഷ്കാരം കൊണ്ടുവന്നത്. മതം അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം, തരംതിരിവ് എന്നിവ കർശനമായി തടയുന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഷ്കരിച്ച പ്രിസൺ മാനുവൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നത് സംസ്കാരങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഇങ്ങനെ തന്നെയാണെന്നും അതുകൊണ്ടാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കശ്മീരിനെയും ലഡാക്കിനെയും കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. पूरी दुनिया में एकमात्र देश भारत ऐसा देश है जो जियो कल्चर देश है, जिसकी बाउंड्री संस्कृति से निर्माण हो. इस देश की व्याख्या वो नहीं कर सकते जिनके मन में देश की कल्पना जियो पॉलिटिकल है, भू राजनीतिक है. इस देश को वही समझ सकते हैं जिनके मन में भू सांस्कृतिक देश की कल्पना सिद्ध हुई है या तो उसकी जानकारी है. സാമൂഹിക ഉന്നമനത്തിനായി നിരന്തരം പ്രയത്നിച്ച ദീർഘദർശിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 148ാമത് മന്നം ജയന്തി ദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിലൂടെ അനുസ്മരണ സന്ദേശം പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കോട്ടയം പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് മന്നം ജയന്തിയോടനുബന്ധിച്ച് നടന്നത്. വയനാട് പുനരധിവാസത്തിനായുള്ള സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 15 ദിവസത്തിനുള്ളിലും നെടുമ്പാല എസ്റ്റേറ്റിൽ 20 ദിവസത്തിനുള്ളിലും സർവേ പൂർത്തിയാക്കും. ദുരന്തബാധിതരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മറ്റു മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് മറ്റന്നാൾ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. മത്സരങ്ങളിൽ 15,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ. ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്ക് സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഹൈദരാബാദ് FCയെ നേരിടുന്നു. കൊൽക്കത്തയിലാണ് മത്സരം. 13 കളികളിൽ നിന്നും 29 പോയിന്റുമായി നിലവിൽ പട്ടികയിൽ ഒന്നാമതാണ് മോഹൻ ബഗാൻ. പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. ഹോക്കി ഇന്ത്യ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സുർമ ഹോക്കി ക്ലബ് UP രുദ്രാസിനെ നേരിടും. രാത്രി 8:15 റൂർക്കേലയിലെ ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. കലാകൗമുദി വാരികയുടെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ S. ജയചന്ദ്രൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ 9 കിലോമീറ്റർ വേലി നിർമ്മാണം പൂർത്തിയാക്കി ഇന്ത്യ. മേഖലയിലെ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് 21 കിലോമീറ്റർ വേലിയും റോഡും നിർമ്മിക്കുന്നതിന് ബോർഡർ റോഡ് ഓർഗനൈസേഷനെ ചുമതലപ്പെടുത്തിയത്. രാജ്യത്തെ നാടോടി ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇത്തരം വിഭാഗങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷത്തിൽ 36% വർധനവുണ്ടായതായി കേന്ദ്ര സർക്കാർ. 2014-24 കാലഘട്ടത്തിൽ 17 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വരെ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജപ്പാനിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളായ ഡോകോമോയാണ് ഏറ്റവും ഒടുവിലായി സൈബർ ആക്രമണത്തിന് ഇരയായത്. സൈബർ ആക്രമണത്തെ തുടർന്ന് തങ്ങളുടെ വെബ്സൈറ്റിന്റെ പ്രവർത്തനവും അനുബന്ധ സേവനങ്ങളും തടസ്സപ്പെട്ടതായി കമ്പനി അധികൃതർ അറിയിച്ചു. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. പുതിയ സംവരണ നയത്തേക്കാൾ ജമ്മു കാശ്മീരിലെ ഭൂമിയും വിഭവങ്ങളും സംരക്ഷിക്കുന്നതിനും തൊഴിൽ രംഗത്തെ ശാക്തീകരിക്കുന്നതിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ കർണാടക സന്ദർശിക്കും. നിംഹാൻസിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. D. ഗുകേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്ക് ഖേൽ രത്ന. ഇന്ത്യയുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നത് സംസ്കാരങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് പുനരധിവാസത്തിനായുള്ള സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ.
ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.